ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് നമ്മളെല്ലാവരും മരണശേഷം ഖബറിലേക്ക് എത്തേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടി നമ്മുടെ അമലുകളെയും മറ്റു കർമ്മങ്ങളെയും നിയന്ത്രിക്കണേ, ക്രമീകരിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആഫിയത്തും മരണം വരെ നിലനിർത്തി തീരുമാനമാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്ത് ആൽ ഇംറാനിലെ 147 ആയത്താണ് നാം ഓതി കേൾപ്പിക്കപ്പെട്ടത്. സൂറത്ത് ആൽ ഇംറാനിൽ 121 മുതൽ 180 വരെയുള്ള ആയത്തുകൾ നാം ഒന്ന് വായിച്ചു നോക്കണം എന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ്. വഹദിൽ നികത്താനാവാത്ത നഷ്ടമുണ്ടായി. നിരവധി ഗുണപാഠങ്ങളുണ്ട്. വഹദ് എന്നുള്ളത് ചരിത്ര പാഠപുസ്തകമാണ്. വഹദ് എന്നുള്ളത് ഒരു ട്രെയിനിങ് ആണ്. വഹദിൽ നിരവധി ഗുണപാഠങ്ങൾ ഉണ്ടായതോടൊപ്പം ചില യുവാക്കൾക്കും പ്രായമുള്ളവർക്കുമുള്ള ചില പ്രചോദനം കൂടിയുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഏക മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജാബിർ ഇബ്നു അബ്ദില്ല. ചരിത്രത്തിൽ പിന്നീട് അതുല്യമായ സംഗതികൾ അദ്ദേഹത്തിന്റെ പേരിൽ വന്നിട്ടുണ്ട്. അപ്പോ അബ്ദുള്ള യുദ്ധത്തിന് പോവുകയാണ്. ജാബിർ ചെറുപ്പക്കാരനായിരുന്നു. അബ്ദുള്ള യുദ്ധത്തിന് പോകുമ്പോ മകനോട് പറഞ്ഞു, കടങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇന്നിടത്തൊക്കെ കടമുണ്ട്. അപ്പൊ ആ കടം കൊടുക്കുവാനുള്ളവരുടെ പേരുകൾ പറഞ്ഞു കൊടുത്തു. കടം വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ള തോട്ടം വിറ്റെങ്കിലും കടം വീട്ടണം എന്ന് ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഉപ്പമാർ മക്കളോട് അവരുടെ കാര്യങ്ങളും ബാധ്യതകളും പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, സഹിക്കാൻ പറ്റുന്നില്ല, ഒരു പിതാവിന്റെ മരണമാണ്. സഹാബികൾ തടയാൻ ശ്രമിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പറഞ്ഞില്ല. പകരം റസൂലുള്ളാഹി പറഞ്ഞു, മാസാലത്തിൽ മലായികത്തു തദില്ലു, മലക്കുകൾ അബ്ദുല്ലാഹ് ഇബ്നു അംറിനെ തണലിട്ട് കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ആൽ ഇംറാനിലെ ആയത്ത് പാരായണം ചെയ്യുകയാണ്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന ആയത്ത് പാരായണം ചെയ്തു. എന്താണ്? അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടിയവർ അവർ മരിച്ചവരാണ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. മറിച്ച് അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. സൂറത്ത് ആൽ ഇംറാനിലെ 169 ആയത്താണ്. അപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു ഒരു വല്ലാത്ത സന്തോഷമാവുകയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഹരിത നിറത്തിലുള്ള പക്ഷികളാൽ പറന്നു കളിക്കുന്ന ആ ഒരു സ്വഭാവത്തിലുണ്ടാകും. അങ്ങനെ ജാബിറിനോട് പറയാൻ ഉപ്പാനോട് അല്ലാഹ് ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും വേണോ എന്ന്. അപ്പൊ ഉപ്പ പറയാൻ, എനിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകണം. എന്തിന്? അത് രണ്ട് കാര്യമാണ്. ഒന്ന്, എനിക്ക് ഇനിയും ഇതുപോലെ ശഹീദായി തിരിച്ചു വരാലോ, അപ്പൊ ഇനിയും ദറജ കൂടുമല്ലോ. മറ്റൊന്ന്, എന്റെ അഹ്ലുകാരോട് പറഞ്ഞു കൊടുക്കണം, എനിക്ക് ഇവിടെ ഇത്രമാത്രം സുഖമാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. പക്ഷെ അത് മാത്രം അള്ളാഹു അനുവദിക്കുന്നില്ല എന്ന് പറയും. തിരിച്ചു വരാൻ പറ്റൂല, ഭൂമിയിൽ നിന്ന് പോയവൻ പോയി തിരിച്ചു വരാൻ പറ്റൂല എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു സന്തോഷിക്കുകയാണ്. അപ്പോ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അതാണ്. രണ്ടാമത്തെ ചരിത്രം ഹൻലലയുടേതാണ്. ഹൻലല റളിയല്ലാഹു അൻഹു, അദ്ദേഹം കല്യാണം കഴിച്ചു. ആദ്യ രാത്രി, അന്ന് പാതിരാക്കാണ് ശബ്ദം കേൾക്കുന്നത്. യുദ്ധത്തിന് പുറപ്പെടുന്ന ശബ്ദം. പാതിരാത്രിയാണ് യുദ്ധത്തിന് പോയത്.
അങ്ങനെ ഹല്ല യുദ്ധക്കളത്തിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോ അബൂ സുഫിയാൻ കുതിരപ്പുറത്ത് നിന്നാണ് മുസ്ലിങ്ങൾക്കെതിരെ പോരാടുന്നത്. അബൂ സുഫിയാനെ അദ്ദേഹം തള്ളിയിടുകയാണ്, ഹല്ലല തള്ളിയിടുകയാണ്. തള്ളിയിട്ടപ്പോ ഇത് ശദ്ദാദ് എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ പക്ഷത്തുള്ള ആൾ കാണുകയാണ്. അദ്ദേഹം വേഗം വന്നു ഹല്ലലയെ വെട്ടി. ഹല്ലലയ അവിടെ ശഹീദാവുകയാണ്. ഹല്ലല തന്റെ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിന്റെ ആദ്യ ദിന രാത്രിയാണ് ഹല്ലല ഈ രൂപത്തിൽ ശഹീദാവുന്നത് എന്നുള്ളതാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നി റഅയ്തുൽ മലായികത തഗ്സിലു, ഞാൻ ഹല്ലലയെ മലക്കുകൾ കുളിപ്പിക്കുന്നതായി ഞാൻ കാണുകയാണ് എന്ന് പറയുന്നു. യുവാക്കളുടെ മാതൃകയാണിത്. ചെറുപ്പക്കാരെ, ഓടാൻ, ചാടാൻ, നടക്കാൻ, ഇരിക്കാൻ കഴിവുള്ള ഈ പള്ളിയിലുള്ള സ്ത്രീകളെ, പുരുഷന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഹല്ലലയുടെ ചരിത്രം പറയാൻ, കേൾക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? എന്താണ് യോഗ്യത? പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ അതിനേക്കാൾ എളുപ്പമാണ്. പക്ഷേ ഈ ഹല്ലലയുടെ ചരിത്രം പറയുമ്പോൾ നമ്മുടെ മക്കളെ ഏത് രൂപത്തിലാണ് നമ്മൾ വളർത്തുന്നത്, നമ്മൾ ഏത് രൂപത്തിലാണ് വളരുന്നത് എന്ന ഒരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം. സംസ്കാരം നഷ്ടപ്പെടുത്തുന്ന, സുബഹികളിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഈ ഹല്ലല പോയ സ്വർഗത്തിൽ എത്താൻ സാധിക്കോ? ആലോചിക്കേണ്ടതാണ്. നല്ല ചൂടാണ്. വീട്ടിൽ ശീതീകരിച്ച റൂമിൽ കിടന്നുറങ്ങുമ്പോ ഹല്ലല റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു ചരിത്രം ഒരാവർത്തി നമ്മളൊന്ന് ഹൃദയത്തിൽ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ നമ്മുടെ സുബഹിയുടെ ജമാഅത്ത് ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തോ? ഇല്ല. കുട്ടികളെ വിളിച്ചുണർത്തണം. രക്ഷിതാക്കന്മാരെ, കുട്ടികളെ, ചെറുപ്പക്കാരെ നമ്മൾ സ്വയം ഉണരാൻ തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ ദീനിന്റെ മാർഗത്തിൽ ഷഹാദത്തിനെ സ്നേഹിക്കണം, ദീനിനെ സ്നേഹിക്കണം. ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, കിടപ്പറയേക്കാൾ സ്നേഹിക്കണം. നമുക്കറിയാം അംർ ഇബ്നു ജുമുഹിന്റെ ചരിത്രം നമുക്കറിയാം. മുടന്തനായിരുന്നു. മുടന്തൽ അദ്ദേഹം 4 മക്കളെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞേക്കാണ്. പക്ഷെ മക്കൾ ഉപ്പാനും സമ്മതിക്കുന്നില്ല യുദ്ധക്കളത്തിലേക്ക് പോകാൻ. അങ്ങനെ അംർ ഇബ്നു ജുമുഹ് പറയാണ്, നബിയെ, എന്നെ അനുവദിക്കണം. എന്താണെന്നറിയോ? ഞാൻ മുടന്തനാണല്ലോ. അള്ളാന്റെ പരലോകത്തെങ്കിലും നല്ല കാലുകളിൽ നടക്കാൻ കഴിയണം എന്ന് പറയുന്ന അബ്ദുള്ള അംർ ഇബ്നു ജുമുഹിന്റെ ചരിത്രം ഒന്ന് ആവർത്തിച്ചു നോക്കണം. ഇവിടെ തലയുടെ മുടി ഒന്ന് കൊഴിയാൻ തുടങ്ങുമ്പോ വെപ്രാളപ്പെടുന്ന സ്ത്രീകളെ, പുരുഷന്മാരെ, സഹോദര സഹോദരി, അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്ക് നല്ല കാലുകളിൽ നടക്കാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിൽ അനുവാദം തരുമോ എന്ന് അനുവാദം ചോദിക്കുന്ന അംർ ഇബ്നു ജുമുഹിന്റെ ചരിത്രം യുദ്ധക്കളത്തിൽ നാം ഒന്ന് വായിക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോ ജീവിതത്തിൽ എമ്പാടും, നമ്മുടെ പരീക്ഷകളിൽ, നമ്മുടെ കടങ്ങളിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, ഇങ്ങനെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ നാം സ്പർശിക്കാറുണ്ടോ എല്ലാ മേഖലയിലും യുദ്ധക്കളം നമുക്ക് മാതൃകയാണ്. നമുക്കറിയാലോ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പ്രശ്നം എന്നാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പ്രയാസം എന്നാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം രോഗമെന്നാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം കടമെന്നാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ പീഡനങ്ങളും പരീക്ഷണങ്ങളും എന്നാണ് പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത്. സഹോദര സഹോദരി, അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് രണാങ്കണത്തിൽ തന്റെ പല്ലുകൾ പോയിരുന്നു. റസൂലുള്ളാഹിയുടെ പല്ല് പോയിരുന്നു. റസൂലുള്ളാഹിയുടെ കവിളുകളിലേക്ക് അമ്പുകൾ വന്നിരുന്നു. റസൂലുള്ളാഹിക്ക് ക്ഷീണം ബാധിച്ചിരുന്നു. റസൂലുള്ളാഹി തളർന്നു വീണിരുന്നു. അല്ലെ? ഒരു കുഴി, ചതിക്കുഴിയായിരുന്നു അവർ. പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ തങ്ങളെന്നും ഔലിയെന്നും വിചാരിക്കുന്നവരെ, വിശ്വസിക്കുന്നവരെ കുറിച്ച് വിശ്വസിക്കാറുള്ളത് അവർക്ക് മറഞ്ഞ കാര്യം അറിയാൻ പറ്റുമെന്നാണ്. സ്വർണം നഷ്ടപ്പെട്ടാൽ, മക്കളില്ലാതെയായാൽ അവരോട് ചോദിക്കും. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കും, ഇന്നടത്തുണ്ട് എന്നാണ്. അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മറഞ്ഞ കാര്യം അറിയും എന്നാണ് ചിലർ തെറ്റിദ്ധരിച്ചത്. അല്ലാഹ് അവൻ ഇഷ്ടപ്പെട്ട അമ്പിയാക്കന്മാർക്ക് മാത്രമാണ് ഗൈബ് അറിയിച്ചു കൊടുക്കുകയുള്ളൂ. അമ്പിയാക്കന്മാരല്ലാത്ത അതിനുശേഷമുള്ള ഒരു പടപ്പുകൾക്കും അള്ളാഹു ഗൈബ് അറിയിച്ചു കൊടുക്കുകയില്ല.
എന്നിട്ട് ആ അമ്പിയാക്കളിൽ, മനുഷ്യരിൽ, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് കളത്തിൽ മുന്നേറുകയാണ്. അവിടെ ശത്രുക്കൾ കുഴി കുഴിച്ചിരുന്നു. ആ കുഴി കുഴിച്ച് അതിൽ മറയിട്ടിരുന്നു, അറിയാതെ കാല് തെറ്റി വീഴാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ആ കുഴിയിൽ വീണു. അങ്ങനെ തളർന്നു വീണു, പല്ലുകൾ പൊട്ടി, അമ്പുകൾ ഏറ്റു. ആ നേരത്താണ് ശത്രുക്കൾ തുരുതുര അമ്പെയ്തു. റസൂലുള്ളാഹിക്ക് പരിക്ക് പറ്റി. ഇതാ മുഹമ്മദ് മരിച്ചിരിക്കുന്നു എന്നവർ പ്രചരിപ്പിക്കുക പോലും ചെയ്തു. ആ നേരത്തെ റസൂലുള്ളാഹിയെ സംരക്ഷിക്കാൻ ഒരുപാട് സഹാബികൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മിസ്അബിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. മിസ്അബ് ബിൻ ഉമൈർ റസൂലുള്ളാഹിയുടെ ചുറ്റും നിൽക്കുകയാണ്. റസൂലുള്ളാഹിക്കെതിരെ വരുന്ന അമ്പുകൾ തടയാൻ ഒരുപാട് സഹാബികൾ ഉണ്ടായിരുന്നു. ഒരാൾ മിസ്അബ് ആയിരുന്നു. മിസ്അബിന്റെ ശരീരത്തിൽ 70ഓളം അമ്പുകൾ തറച്ചു എന്നാണ് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ആ അമ്പുകൾ തറച്ച് ആ രക്തം പോയിട്ടാണ് അദ്ദേഹം ഷഹീദായത്. അദ്ദേഹം ഷഹീദായപ്പോഴാണല്ലോ തലമറച്ചപ്പോ കാല് മറയുന്നില്ല അല്ലെ? ആ കഫം പുടവ കൊണ്ട് കാല് മറക്കുമ്പോ തല മറയുന്നില്ല. അദ്ദേഹം ആരായിരുന്നു? നമ്മളെ പോലെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഉടുതൊണിക്ക് മറിതൊണിയില്ലാതെ ഒരു നേരം വെച്ചാൽ അടുത്ത നേരം ഭക്ഷണം വെക്കാൻ കഴിയാതെ ജീവിച്ച ഒരാളായിരുന്നില്ല അദ്ദേഹം. രാവിലെ ധരിച്ച വസ്ത്രം വൈകുന്നേരം ധരിച്ചിരുന്നില്ല എന്നാണ്. അത് പിന്നെ വേറെ ആർക്കും കൊടുക്കും, അത് ഒഴിവാക്കലാണ്, അത് പിന്നെ ധരിക്കൂല. അങ്ങനെ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആ രൂപത്തിലായി മാറുകയാണ്. അങ്ങനെ ആ മിസ്അബ് ഷഹീദായത് നേതൃത്വത്തിന് സംരക്ഷണം കൊടുത്തോണ്ടാണ്. മറ്റൊരു പാഠം അതാണ്, നമ്മുടെ നേതൃത്വത്തിന് സംരക്ഷണം കൊടുക്കണമെന്നാണ്. കുട്ടികളെ, ഉപ്പയ്ക്ക് നമ്മുടെ ഉപ്പ നമ്മുടെ നേതൃത്വമാണ്. വീട്ടിൽ നേതൃത്വം വഹിക്കുന്നവരാണ് കുടുംബനാഥയും കുടുംബനാഥനും. മക്കൾ പരിപൂർണമായും സംരക്ഷണം കൊടുക്കേണ്ടത് അവർക്കാണ്. ഉമ്മ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഉപ്പ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഉഹദിന്റെ ചരിത്രത്തിൽ പോലും ഉമ്മ ഉപ്പ എന്നുള്ളത് വല്ലാത്ത സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളതാണ്. സമൂഹത്തിലും നേതൃത്വത്തിന് വിലയുണ്ട് എന്നിവിടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ സംരക്ഷണം കൊടുത്ത മിസ്അബിന്റെ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന കിംവദന്തി പ്രചരിച്ചപ്പോ ഇനി നമ്മൾ ജീവിച്ചിട്ടെന്താ കാര്യം? ഇനി നമ്മൾ ജീവിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച ആ സഹാബികൾക്ക് മുന്നിൽ അള്ളാഹുവിന്റെ ആയത്ത് ഇറങ്ങുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബതും അലാ അഖാബികും എന്ന് പറയാണ്. ഇൻഖലബത അലാ അഖാബികും ومن ينقلب على عقبيه فلا يضر الله شيئا وسيجزي الله الشاكرين. 144 ആയത്താണ്. വമാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ റസൂൽ, ഒരു ദൂതൻ മാത്രമാണ്, ഒരു പ്രവാചകൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുമ്പും ഒരുപാട് റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് കേട്ടാൽ, ഔ അല്ലെങ്കിൽ ഖുതില കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ പിന്തിരികയാണോ? സഹാബികളിൽ പലരും പിന്തിരിയാൻ തയ്യാറായി. ഉഹദ് യുദ്ധക്കളത്തിൽ റസൂലുള്ളാഹി മരണപ്പെട്ടു എന്ന് കേട്ടപ്പോഴേക്ക് ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇനി നമ്മൾ എന്തിനാ യുദ്ധം ചെയ്യുന്നത്? ഇനി യുദ്ധം ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, ഞങ്ങളൊക്കെ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞു. സഹാബികൾ ഛിന്ന ഭിന്നമായി, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, അവർ പരസ്പരം ചേരിതിരിഞ്ഞു, ഭിന്നത രൂക്ഷമായി, കക്ഷിത്വം രൂക്ഷമായി. അപ്പോഴാണ് അല്ലാഹുവിന്റെ ആയത്ത് അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബതും അലാ അഖാബികും. ഇനി ആരെങ്കിലും അവനവന്റെ ആവശ്യത്തിന് താല്പര്യത്തിന് പിന്തിരിഞ്ഞ് പോവുകയാണെങ്കിൽ ഫല യദുറുല്ലാഹ ശൈഅ, അല്ലാഹുവിന് ഒന്നും സംഭവിക്കൂല, അല്ലാഹു ഒരു ഉപദ്രവവുമില്ല, അള്ളാഹുവിന് ഒരു ദോഷവും സംഭവിക്കില്ല. നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, ഒന്നിച്ചു നിൽക്കുക, വീണ്ടും ചെയ്യുക, യുദ്ധക്കളത്തിൽ പോരാടുക. ചില ആളുകൾ അപ്പം പറഞ്ഞു, റസൂലുള്ളാഹി വഫാത്തായാൽ ഇനി ഇസ്ലാമിനെ നിലനിർത്തേണ്ടത് നമ്മളാണ്. അപ്പൊ നമ്മൾ പോരാടണം, നമ്മൾ ഇനിയും ശക്തമായി, നേരത്തെ ഉള്ളതിനേക്കാൾ ധീരമായി നമ്മൾ പോരാടണം. ഇവിടെയാണ് നമുക്കുള്ള മറ്റൊരു ഗുണപാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഇസ്ലാമിനെ നിലനിർത്തുവാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രവർത്തിക്കേണ്ടവർ, സമ്പത്ത് കൊണ്ടും ദഅവത്ത് ചെയ്യേണ്ടവർ നമ്മളാണ്.
നമ്മൾ അതിൽ ഏർപ്പെടണം എന്നുള്ളതാണ് നമുക്കുള്ള മറ്റൊരു ഗുണപാഠം എന്നുള്ളതാണ്. മാത്രമല്ല, പരീക്ഷണങ്ങൾ വരുമ്പോൾ തളരാൻ പറ്റൂല. റസൂലുള്ളാഹിക്ക് പോലും പരീക്ഷണം വന്നു. അപ്പൊ അള്ളാഹുവിന്റെ അടുത്ത പ്രഖ്യാപനം സൂറത്ത് ആൽ ഇംറാനിൽ തന്നെ, വലാ തഹീനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന. വലാ തഹീനു, നിങ്ങൾ ദുർബലരാകാൻ പാടില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് ഡിപ്രഷനായി സ്ട്രെസ്ഡ് ആയി ആകെ തളരാൻ പാടില്ല. ഡിപ്രഷനും സ്ട്രെസ്സും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ഒരു വിശ്വാസി എന്നുള്ളത് എപ്പോഴും ഉന്മേഷമുള്ളവനാവണം. അതുകൊണ്ടാണ് ശക്തനായ മുഅ്മിനെയാണ് അല്ലാഹുവിന് ഇഷ്ടം എന്ന് പറഞ്ഞതിന്റെ മുഖ്യമായ കാരണം, മുഅ്മിൻ എന്നുള്ളത് ഡിപ്രസ് ആവാൻ പാടില്ല, ഡിപ്രഷൻ ആവാൻ പാടില്ല, തളരാൻ പാടില്ല, തകരാൻ പാടില്ല. മറിച്ച് അവൻ ഉന്മേഷമുള്ളവനാവണം. കടണ്ടാവും, രോഗം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും, അപകടം ഉണ്ടാവും, മരണം ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാകും. ആ നേരങ്ങളിലും ഉന്മേഷവാനാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കിടക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോവുകയാണ് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക്. അപ്പോ അബൂബക്കറിന്റെ മകൾ റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷ ബീവി ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുഖത്തും തുണി മാറ്റുന്നു, ആ മുഖത്ത് ചുംബിക്കുന്നു. എന്നിട്ട് പ്രഖ്യാപിച്ചു, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആണ് ആരാധിച്ചതെങ്കിൽ ഇത് അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അല്ലാഹു മരിക്കൂല. ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്. അല്ലാഹു മരിക്കൂല, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ ആയിഷ ബീവി പറയാൻ, വാപ്പ അത് ഒച്ചതി പറയണ്ടോ, ഉമർ ആകെ ചൂടായിട്ടാണുള്ളത്. റസൂലുള്ള മരിച്ചു എന്ന് പറയുന്നവരെ കൊല്ലാൻ ഒരുങ്ങിയിട്ടാണുള്ളത്. അതുകൊണ്ട് ഉപ്പ ഒച്ചതി പറയരുത് കേട്ടോ എന്ന് പറയാൻ അബൂബക്കർ പുറത്തേക്ക് ഇറങ്ങി ഒരു ഉയർന്ന സ്ഥലത്ത് കയറി നിന്നു. എല്ലാവരെയും വിളിച്ചു കൂട്ടി. ഉമറും അവിടെ ഉണ്ടായിരുന്നു. ഉമർ, നീ അടങ്ങിയിരിക്കുന്നു പറഞ്ഞു. നീ അടങ്ങിയിരിക്കുന്നു പറഞ്ഞു. ഉമർ താൻ അടങ്ങിയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അബൂബക്കർ ഈ ആയത്തോതുകയാണ്. ഞാനിപ്പോൾ ഓതിയ സൂറത്ത് ആൽ ഇംറാനിലെ ആയത്തോതുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് എന്ന് തുടങ്ങുന്ന ആയത്തോതുകയാണ്. ആയത്തോതി കേട്ടപ്പോ ഉമർ താൻ അവിടെ കൈകുത്തിയിരിക്കുകയാണ്. ഉമർ താൻ പറഞ്ഞു, ആയത്ത് ഒന്നുകൂടി ഓതു. എന്നിട്ട് പറഞ്ഞു, ഈ ആയത്ത് ഞാൻ ആദ്യമായി കേൾക്കുന്നത് പോലെയുണ്ട്, എനിക്ക് തലകറക്കം വരുന്നു, എനിക്ക് ക്ഷീണമാകുന്നു, ഒന്നുകൂടി ഓതു എന്ന് പറയുന്ന രംഗം ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അംഗീകരിക്കാൻ ഉമർ റളിയല്ലാഹു അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെയും വലാ തഹീനു വലാ തഹ്സനു അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ദുർബലരാകാൻ നമുക്ക് അവകാശമില്ല. എന്ത് പ്രശ്നമുണ്ടായാലും, എന്ത് പ്രയാസമുണ്ടായാലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തവക്കുൽ എന്നുള്ളത് നമുക്കുണ്ടാവണം. അതാണ് ഉഹദിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു ഗുണപാഠം. അതാണ് തവക്കുൽ. അല്ലാഹുവിൽ അർപ്പിക്കുവാനുള്ള മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടാവണം. എനിക്ക് അല്ലാഹുണ്ട്, അല്ലാഹുവിന്റെ സഹായം എനിക്കുണ്ടാവും. അല്ലാഹു എന്റെ കൂടെ ഉണ്ടാവും. അല്ലാഹു സഹായിക്കും. അല്ലാഹു എന്നെ കൈവടിയുകയില്ല. ഹസ്ബി അല്ലാഹ്, അല്ലാഹു മതി എനിക്ക്. ഹസ്ബി അല്ലാഹ്, അല്ലാഹു എനിക്കുണ്ട്. പരമേൽപ്പിക്കാൻ അല്ലാഹുവിനേക്കാൾ വലിയവൻ എനിക്ക് വേറെ ആരില്ല. ഈ ഒരു പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഉഹദത്തിൽ നമുക്ക് പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവ് ആവശ്യമാണ്. തഖ്വയിലേക്കുള്ള തിരിച്ചറിവ്, ഈമാനിലേക്കുള്ള തിരിച്ചുവരവ് നമുക്ക് ആവശ്യമാണ്. മറ്റൊരു തിരിച്ചുവരവ് നമുക്കുണ്ടാവേണ്ടത് അനുസരണമാണ്. അനുസരണം നമുക്ക് ആവശ്യമാണ്. അനുസരണമില്ലേ വിജയമില്ല. അനുസരണമുണ്ടോ വിജയമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്ഥാപനത്തിൽ, ജോലി സ്ഥലത്ത്, പഠന സ്ഥലത്ത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, എല്ലായിടത്തും നാം അനുസരിക്കാൻ തയ്യാറാവണം. എന്നാ അതിനൊന്നും കിട്ടൂല എന്ന് പറയാൻ പറ്റൂല. അനുസരണയുണ്ടോ അവിടെ വിജയമുണ്ട്. അനുസരിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഒരു ഗുണപാഠമാണ്. അതുകൊണ്ട് നാം അനുസരണയിലേക്ക് തിരിച്ചു വരണം. സഹനത്തിലേക്ക് നാം തിരിച്ചു വരണം. ക്ഷമയിലേക്ക് നാം തിരിച്ചു വരണം. ക്ഷമ എന്നുള്ളത് നമുക്ക് നിർബന്ധമായി ഉണ്ടാവേണ്ട വിഷയമാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് ആൽ ഇംറാൻ 147-ാമത്തെ ആയത്താണ്. അവിടെ അവരുടെ പ്രാർത്ഥനയാണ്, റബ്ബന ഗഫിർ ലനാ ദുനൂബന. അല്ലാഹുവേ,
ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകൾ നീ പുറത്തു തരണേ എന്നാണ്. ഞങ്ങൾ അതിരുകവിഞ്ഞു പോയിട്ടുണ്ട്, ക്ഷമയില്ലാതെ സഹനമില്ലാതെ കാര്യങ്ങളിൽ അതിരുകവിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കാലുകൾ നീ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ്. അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത്. അള്ളാഹുവെ, നമ്മുടെ കാലുകൾ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന്. ഈ ഒരു ഉറപ്പിച്ചു നിർത്തൽ ഉണ്ടാവണം, അങ്ങനെ ദുആ പ്രാർത്ഥന ഉണ്ടാവണം. ഖുവ്വത്തുൽ ഈമാൻ, ഈമാൻ ശക്തി കിട്ടാൻ എന്റെ ഈമാൻ നിലനിർത്തണേ എന്ന്, എന്റെ ഈമാൻ വർദ്ധിപ്പിക്കണേ എന്ന്, എന്റെ ഈമാൻ അധികരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി നമ്മുടെ അമലുകളെ ക്രമീകരിക്കണേ എന്ന് ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈമാനും ആരോഗ്യവും പൂർണ്ണമാക്കി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, മറ്റൊരു വലിയൊരു ഗുണപാഠം എന്നുള്ളത് എടുത്തുചാട്ടം പാടില്ല എന്നാണ്. അതാണല്ലോ ആ 50 ആളുകളുടെ ചരിത്രം നാം പറഞ്ഞപ്പോ അല്ലെ, ആ മലമുകളിൽ നിന്നും 50 ആളുകൾ ഇറങ്ങാനുള്ള കാരണം എന്താ? ഒരു എടുത്തുചാട്ടമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എടുത്തുചാട്ടം ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. മാത്രല്ല, വിജയം കിട്ടണമെങ്കിൽ കൃത്യമായ പ്ലാനിങ് നിർബന്ധമാണ്. പ്ലാനിങ് എന്നുള്ളത് അത്യാവശ്യമാണ് എന്നും നമുക്ക് ഈ യുദ്ധക്കളം പഠിപ്പിക്കുകയാണ്. ഇനി ചില കാലിക വിഷയങ്ങൾ നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയത്തിലേക്ക് പോവുകയാണ്. ചില മരണങ്ങൾ ഈ ഒരാഴ്ചക്കുള്ളിൽ നടന്നിട്ടുണ്ട്. ജാതീയതയുടെ, വംശീയതയുടെ പേരിൽ ചില മരണങ്ങൾ നടന്നു അല്ലെ. സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ അതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിന് ഇത്തരം ജാതീയതയുമായി ബന്ധപ്പെട്ട്, ദേശീയതയുമായി ബന്ധപ്പെട്ട്, നിറത്തിന്റെ, തൊലിയുടെ, വേഷത്തിന്റെ, ഭാഷയുടെ പേരിലുള്ള ആ വർഗീയതയെ കുറിച്ച്, വർഗീകരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇപ്പോ പണ്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ രാജകുമാരൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കൂല എന്നാണ് പഴയ കാലത്തുള്ള സമ്പ്രദായമായി വിദേശ രാജ്യത്തെ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് എന്നാണ്. ജാഹിലിയ കാലഘട്ടത്തിലും അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്, എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈയും ഞാൻ മുറിക്കും എന്ന് പറയാനുണ്ടായിരുന്ന പ്രചോദനം ആ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. അത് ഓരെന്റെ ആളാണ്, ഇവൻ നമ്മന്റെ ആളാണ്. നമ്മന്റെ ആൾക്കാർക്ക് പരിഗണന കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യൂറോപ്പിൽ ഈ അടുത്ത കാലഘട്ടം വരെ രാജകുമാരന്റെ മകളാണെങ്കിൽ എന്തല്ല, രാജകുമാരനായിരുന്നെങ്കിൽ അവർക്ക് ശിക്ഷയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാണ്. ഇവിടെയാണ് ഇസ്ലാമിൽ ബിലാൽ റബാഹിന്റെ ചരിത്രം നമുക്ക് ഒരു പാഠമാവേണ്ടത് അല്ലെ. മക്ക വിജയിച്ചു, മക്ക ഫതഹ് ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് വിളിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ബിലാലിനെ ആ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ ആക്രമിക്കുവാനുണ്ടായിരുന്ന കാരണം, ഒന്ന് ബിലാൽ അടിമയായിരുന്നു എന്നുള്ളതാണ്, രണ്ട് കറുത്തവനായിരുന്നു എന്നുള്ളതാണ്. ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ചരിത്രം വായിക്കുമ്പോൾ കറുത്തവരിൽ കറുത്തവൻ എന്നാണ് ചരിത്രം പറയുന്നത്. അതിനപ്പുറം വേറെ കറുപ്പില്ല എന്നർത്ഥം. അപ്പോ അത്രയും കരുമാടിക്കുട്ടൻ എന്നൊക്കെ ചരിത്രം വിശേഷിപ്പിച്ചിട്ടുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു അന്ന് ഹറമിൽ, കഅബയിൽ ബാങ്ക് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് എന്നുള്ളത് തന്നെ നിറത്തിനൊരു പ്രാധാന്യവുമില്ല എന്നുള്ളതിന് തെളിവാണ്. ആ ബിലാൽ റളിയല്ലാഹു കൂടെയായിരുന്നു നല്ല സുമുഖനായ, സുന്ദരനായ, വെളുത്ത, തുടുത്ത, ആപ്പിൾ തുടുപ്പുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നത് എന്നുള്ളത് നാം ചരിത്രത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ നിറത്തിന്റെ പേരിലുള്ള വർഗീയതയോ ചേരിതിരിവോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. മാത്രമല്ല, ഒരിക്കൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ അസ്വദ എന്ന് വിളിച്ചു. കറുപ്പ, കരിമ്പ എന്നാണ് അതിന്റെ മലയാളം. അപ്പൊ ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂദർ ഗിഫാരി വിളിക്കുകയാണ്, യാ അസ്വദ, കരിമ്പ എന്ന് വിളിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു തൊടുത്തുന്നാണ്. എന്നിട്ട് പറഞ്ഞു, യാ അബൂദർ, അബൂദർ ഇന്നക ഫിൽ ജാഹിലിയ്യ, നീ ഇപ്പോഴും ആ ജാഹിലിയ്യത്തിലാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആളാണ് അബൂദർ ഗിഫാരി അല്ലാഹു. നീ ഇപ്പോഴും ജാഹിലിയ്യത്തിലാണ് എന്ന് പറഞ്ഞു എന്നാണ് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാതിയുടെ പേരിൽ, ദേശത്തിന്റെ പേരിൽ ഒക്കെയുള്ള ആ വിഭജനം ഇസ്ലാം അംഗീകരിക്കുക, പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതല്ല, അംഗീകരിക്കുന്നുണ്ടേ ഇല്ല. അവിടെയാണ് ഖുർആനിലെ നമുക്ക് സുപരിചിതമായ ആയത്ത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില, അല്ലേ? വജഅൽനാകും ശുഊബൻ വഖബായില എന്നാണ്. നിങ്ങളെ ഗോത്രങ്ങളും കക്ഷികളുമാക്കി മാറ്റിയത്, ഇന്നയാളുടെ മകൻ, ഇന്ന തറവാട്ടിൽ പറഞ്ഞവൻ, ഇന്ന ജോലിക്കാരൻ എന്നിങ്ങനെ നിങ്ങൾക്ക് തരംതിരിവുണ്ടാക്കിയത് ലി തആറഫു, നിങ്ങളെ പരസ്പരം അറിയുവാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ഒരു മാർഗം വേണമല്ലോ. അപ്പൊ ഇന്ന കുടുംബത്തിലാണ്, ഇന്ന തറവാടിത്തത്തിലാണ് എന്ന് പറയണം. അത് തിരിച്ചറിയുവാനുള്ള മാർഗം മാത്രമാണ്. മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ എന്നുള്ളത് തഖ്വ ഉള്ളവൻ മാത്രമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെ എനിക്കും നിങ്ങൾക്കുമുള്ള മറ്റൊരു ഗുണപാഠം എന്നുള്ളത്, എന്റെ ജോലി ഇന്നതാണ്, എന്റെ ജോലി ഇന്നതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ നല്ലവനോ, എന്റെ ജോലി ഇന്നതാണ് എന്നുള്ളത് ഞാൻ മോശക്കാരനോ അല്ല എന്നുള്ള ഗുണപാഠം കൂടി അവിടെ നമ്മൾ സാന്ദർഭികമായി ഉൾക്കൊള്ളേണ്ടതാണ്. ഓ ഇന്ന പണിക്കാരനാണ് അതുകൊണ്ട് മോശം, ഓ ഇന്ന പണിക്കാരനാണ് അതുകൊണ്ട് നല്ലത്, അങ്ങനെ ഒന്ന് തരംതിരിവ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ സാന്ദർഭികമായി ഓർക്കേണ്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജാതി വർഗീയതയുമായി നടക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിന്റെ മഹത്വം അവിടെ ഉൾക്കൊള്ളണം, അല്ലെ? ഇത്തരം പ്രശ്നങ്ങൾ മീഡിയകളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എത്ര സുന്ദര, ഇസ്ലാം എത്ര മഹത്തര. ആ കാലഘട്ടത്തിലെ ഏത് 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം പറഞ്ഞല്ലോ ഇങ്ങനൊരു ജാതീയതയും ദേശീയതയും ഇല്ല എന്ന് അന്ന് ഇസ്ലാം പറഞ്ഞല്ലോ, അല്ലെ? അന്ന് ഈ ജാതീയതയ്ക്ക് ഇസ്ലാം പറഞ്ഞല്ലോ. അന്ന് ഇസ്ലാം ഇത്തരം വർഗീയത ഇസ്ലാം എതിർത്തല്ലോ. അന്ന് ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് പഠിപ്പിച്ചില്ലല്ലോ, അല്ലെ? അതും ഇതിനേക്കാൾ അധികം ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി അടിവരയിട്ട് വായിക്കേണ്ട ഒരു സംഗതിയാണ്. ഇവിടെയാണ് ഇസ്ലാമിന്റെ മഹത്വം. ആ കാലഘട്ടത്തിലും ഇസ്ലാം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഇസ്ലാം ആയത് എന്തൊരു മഹാഭാഗ്യമാണ്, ഞാൻ മുസ്ലിമായത് എന്തൊരു അഭിമാനമാണ്. കാരണം എന്റെ ഇസ്ലാമിൽ ഇത്തരം ഒരു അനീതിയും ഒരു അന്യായവും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഞാൻ ആരാണ്? അൽഹംദുലില്ലാഹില്ലദീ ലം യഅ്തിനി അജലി ഹത്താ തസൈതു മിനൽ ഇസ്ലാമി സിർബാല. ഒരു കവിയുടെ വാചകമാണ്, ഒരു കവിതയാണിത്. അല്ലാഹുവേ, ഇസ്ലാമാകുന്ന വസ്ത്രം ധരിക്കുന്നതിന് മുന്നേ എന്നെ മരിപ്പിക്കാത്ത റബ്ബേ നിനക്കാണ് എല്ലാ സ്തുതികളും എന്നൊരു കവിതാശകലം ഇവിടെ ഓർക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ അഭിമാനം കൊള്ളുക ഞാൻ മുസ്ലിമാണ് എന്നുള്ളതിൽ, നമ്മൾ അഭിമാനം കൊള്ളുക ഞാൻ ഇസ്ലാം അംഗീകരിച്ചവനാണ് എന്നുള്ളതിൽ നമ്മൾ അഭിമാനം കൊള്ളുക. ഇസ്ലാം ഇത്തരം എല്ലാ ഉച്ചനീചത്വങ്ങളെയും കർശനമായി വലിച്ചെറിഞ്ഞ ഇസ്ലാമാണ് ഇസ്ലാം എന്നുള്ളതിൽ നമ്മൾ അഭിമാനം കൊള്ളുക. അത് പറയാനാണ്, അത് മനസ്സിലാക്കാനാണ് ആ വിഷയം എടുത്തിട്ടത്. ആ രൂപത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായും ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ പ്രയാസങ്ങളിലും രക്ഷപ്പെടുവാൻ, എല്ലാ പ്രയാസങ്ങളിലും ക്ഷമിക്കുവാൻ, എല്ലാ പ്രയാസങ്ങളും സഹിക്കുവാൻ, എല്ലാ പ്രയാസവും നിനക്ക് തവക്കുൽ ചെയ്യുവാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. നമ്മുടെ ഈമാൻ നീ പൂർണ്ണമാക്കി തരണേ അല്ലാഹ്. നമ്മുടെ ആഫിയത്ത് പൂർണ്ണമാക്കി തരണേ അല്ലാഹ്. നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നമ്മുടെ ആഫിയത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام